ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വുമൺസ് ഡയറി. ഇന്ന് നമുക്ക് കുറച്ച് ഹോം ഡെക്കോറിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചാലോ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഹോം ഡെക്കോർ എന്ന് പറയുന്നത് അത്ര വലിയ റോക്കറ്റ് സയൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ ലിവിങ് റൂം ഉണ്ടല്ലോ, അതെപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ടും ക്ലീൻ ആയിട്ടും ഇരുന്നാൽ നമുക്കൊരു വിഷ്വൽ അപ്പീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ ലിവിങ് റൂമിലുള്ള കോഫി ടേബിൾ ഉണ്ടല്ലോ, ഇതിന് നല്ല കാലപ്പഴക്കമുണ്ട്. ഒരു 25 വർഷത്തിന് മേലെ കാലപ്പഴക്കം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഈ ടേബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതാണ്. സ്പേസ് കൂടുതലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്തേക്ക് കുത്തിക്കയറ്റി വെച്ചാൽ ആകപ്പാട് ക്ലട്ടറായിട്ടേ തോന്നുള്ളൂ. ക്ലട്ടറൊന്നും ആവാതെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ലൊരു സ്പേസാണ് ഈ ടേബിളിൻ്റെ അടിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഞാൻ ഈ ടേബിളിൻ്റെ അടിയിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം കുത്തി നിറയ്ക്കുന്നില്ല കേട്ടോ. ചെറിയൊരു കോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ലൈവ് പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോട്ടിൻ്റെ അകത്താണ് ഈ ഒരു മണി പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഡെയിലി ഉപയോഗിക്കുന്ന റിമോട്ടും കൂടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കിച്ചണിലും ബെഡ്റൂമിലും ഹാളിലും ഒക്കെ ഗ്രീനറി കൂടുതലുള്ള ചെടികൾ വെക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. ലൈവ് പ്ലാന്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടാനുണ്ട്. അത് വാങ്ങിച്ച് വെച്ചാലും നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ടേബിളിൻ്റെ ടോപ്പിലും ചെറിയ ഡെക്കറേറ്റീവ് പീസസൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തതായിരിക്കും കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു ഗോൾഡൻ കളർ കോസ്റ്റർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തളിക വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവുകയാണേ. കുഷ്യൻ കവേഴ്സും അതുപോലെ തന്നെ സോഫേൻ്റെ കവറൊക്കെ ചേഞ്ച് ചെയ്താൽ നമ്മുടെ ആ റൂമിന് വല്ലാത്തൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാനിപ്പം സോഫ കവറും കുഷ്യൻ കവറൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. കുറച്ച് നാൾ മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു ബ്ലാങ്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സോഫ കവർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന പല സാധനങ്ങളും ഓൺലൈൻ പർച്ചേസാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാമല്ലോ. ഞാൻ പൊതുവെ ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതാവുമ്പം ചെറിയ റൂമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ഫീലാവും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വൈറ്റ് കളേഴ്സും ലൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചൊന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് മണ്ണ് പിടിക്കും. എനിക്കിവിടെ ആ ഒരു പ്രശ്നം വരാത്തതുകൊണ്ടാണ് ഞാൻ പൊതുവെ ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുന്നത്. കുഷ്യൻ കവർ ആണെങ്കിലും അതിനോട് മാച്ച് ചെയ്യുന്ന കുഷ്യൻ കവറും പിന്നെ അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറൊരു കുഷ്യൻ കവറുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു റണ്ണറും പിന്നെ ഒരു ഫ്ലവർ വാസും മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം ചെറിയൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. ഞാൻ ടേബിൾ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാറുള്ളൂ. അധികം കെമിക്കൽസ് ഒന്നും ഈ ഗ്ലാസ് ടോപ്പിൻ്റെ മുകളിലേക്ക് യൂസ് ചെയ്യാറില്ല കേട്ടോ. ടേബിൾ കവറും അതിൻ്റെ കൂടെ തന്നെ ഒരു റണ്ണറും കൂടെ ഈ ഒരു പ്രാവശ്യം ടേബിളിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലെയിൻ കളർ റണ്ണറിൽ ചെറിയൊരു എംബ്രോയിഡറി പോയിട്ടുള്ളതാണ് ടേബിൾ ക്ലോത്ത്. പിന്നെ റണ്ണർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജയ്പൂരി പ്രിൻ്റ് ടൈപ്പ് ഒരു റണ്ണറാണ് യൂസ് ചെയ്യുന്നത്. അധികം കട്ടിയൊന്നും ഇല്ലാതെ ചെറിയൊരു റണ്ണറാണ്. ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എടുത്തു മാറ്റും കേട്ടോ. ടേബിളിൻ്റെ മുകളിൽ സ്ഥലം ഉണ്ടാവില്ല ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഈ ഒരു ലുക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാനിതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.